അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രിയിൽ വന്ന വഴിയാണിത്. നമ്മൾ തിരിച്ച് മധുരയിൽ പോയിട്ട് തന്നെയാണ് കൊടൈക്കനാൽ പോകാൻ പറ്റുള്ളൂ. മധുരയ്ക്ക് 150ഓളം കിലോമീറ്റർ ഇനി നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. പിന്നെ അവിടെ ടോട്ടൽ നമ്മുടെ രാമേശ്വരത്ത് നിന്ന് കൊടൈക്കനാലിലേക്കുള്ളത് 288 കിലോമീറ്ററാണ്. 6 മണിക്കൂറുകളാണ് നമ്മുടെ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ കാണിച്ച ടൈമുള്ളത്. നമ്മൾ ഇന്നലെ രാത്രി വന്ന കാഴ്ചകളായിരുന്നു. അപ്പോൾ രാത്രി നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പം കാണുന്നത് രാത്രി വന്നതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പകലുള്ള മധുരയിൽ നിന്ന് രാമേശ്വരം വരുന്നുള്ള കാഴ്ചകളും പിന്നെ സെയിം തന്നെയാണ്. അതുകൊണ്ട് അത് എടുക്കില്ല. ഇനി ഞങ്ങൾ മധുരയ്ക്ക് ശേഷമുള്ളതാണ് എടുക്കുക. ഈ ഭാഗങ്ങൾ ഇന്നലെ രാത്രിയിലായതുകൊണ്ട് നമ്മൾ വീണ്ടും എടുക്കുന്നു. പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഗൈസ്, വളരെ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ. കാരണം എന്താണെന്ന് പറയാം, നമ്മൾ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്രമാത്രം ചരിത്രം ഉറങ്ങുന്ന പ്ലേസാണത്. അത്രമാത്രം സങ്കടങ്ങളുള്ള പ്ലേസാണ്. അത്രമാത്രം എന്താ പറയുക, നമ്മളെ ഇന്ത്യയെ വാനോളം പുകഴ്ത്തിയ ഒരു ചരിത്ര പുരുഷൻ ജനിച്ച ഒരു വലിയ സ്ഥലമാണ് അത് എന്ന് അഭിമാനം കൊള്ളുന്നൊരു സ്ഥലം. അവിടെ പോയി പിന്നെ അതിന് അപ്പുറത്ത് അവിടെയുള്ള രാമേശ്വരം എന്ന് പറയുന്ന ആ അമ്പലം, അവിടുത്തെ നമ്മുടെ രാമായണത്തിലെ കഥകൾ അടങ്ങുന്ന ആ സ്ഥലത്തിലൊക്കെ പോയി നമ്മൾ ആ ഫീൽ അനുഭവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് സത്യം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സീരിയസ്ലി അത് ഞാനിപ്പം നമ്മൾ ആ രാമേശ്വരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണുള്ളത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗിൽ അത് കഴിഞ്ഞ് നമുക്കൊന്നും ചർച്ച ചെയ്യാനോ വർത്തമാനം പറയാനോ പറ്റിയിട്ടില്ല. ഇപ്പം എൻ്റെ കൂടെയുള്ള രണ്ട് സുധീഷ് ഏട്ടന്മാരോട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആ രാമേശ്വരത്തെ ബാക്കിയുള്ള നമുക്ക് യാത്ര പിന്നെ വിവരണം ചെയ്യാം, ലാസ്റ്റ് നമുക്ക് പോകുന്ന സമയത്ത് വിവരണം ചെയ്യാം. ഇവിടുത്തെ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനുഭവം ഒന്ന് എനിക്ക് പറഞ്ഞു. നല്ല കാര്യം. എൻ്റെ ഒരു അനുഭവത്തിൽ എത്ര നല്ല ഈ നമ്മളെ കലാപിനെ പോലെ തന്നെ നല്ല നിഷ്കളങ്കരായ ജനങ്ങൾ, കറക്റ്റാണ്, ഒന്നും മനസ്സിലില്ലാത്ത പാവങ്ങൾ, നല്ല അടിപൊളി ഭക്ഷണം, റൂമുകൾ, എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എല്ലാം ചെറിയ പൈസക്ക് നമുക്ക് കിട്ടി അവിടെ. അത് നല്ലൊരു കാര്യമായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുന്നു, നമ്മൾ പുസ്തകത്തിൽ വായിച്ച പ്രദേശത്തേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. അതൊക്കെ നമ്മൾ ആശാൻ പറഞ്ഞതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായി. നമ്മളിപ്പോൾ ആരോട് ചോദിക്കുമ്പോഴല്ലോ നമ്മൾ കാണാൻ കഴിഞ്ഞു. ഒന്നാമത് പാമ്പൻ പാലം ഒരു വിസ്മയം തന്നെയാണ്. വിസ്മയം തന്നെയാണ്. രണ്ടാമത്തെ അബ്ദുൽ കലാം സാറുടെ ജനിച്ച സ്ഥലം അതൊരു ഭയങ്കര വിസ്മയമായിരുന്നു. മൂന്നാമത്തെ നമ്മുടെ ധനുഷ്കോടി എന്ന് പറഞ്ഞ നമ്മുടെ മുനമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ നാലാമത്തത് അവിടെ രാമേശ്വരത്തെ അമ്പലം. ഇതെല്ലാം കഴിഞ്ഞ് അഞ്ചാമത്തെ പോയിന്റ് പറയുമ്പോൾ അതിലും രസം, അതായത് നമ്മുടെ ആ ചരിത്രം ഉറങ്ങുന്ന രാമായണ കഥ ഉറങ്ങുന്ന അത് തെളിവ് സഹിതം നമുക്ക് കാണാത്തക്ക വിധത്തിൽ രാമസേതു പോലത്തെ സ്ഥലങ്ങൾ. പിന്നെ ആ അമ്പലങ്ങൾ 2-3 അമ്പലങ്ങൾ ഞങ്ങൾ കണ്ടു. അവിടെയൊക്കെ ഐതിഹ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് 6ാമത്തെ പോയിന്റാണ് ഒരു സങ്കടമായിട്ടുള്ളൊരു പോയിന്റാണ്. അവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ള ആ ഒരു ഗ്രാമത്തെ ഒട്ടാകെ തുടച്ചു മാറ്റി എന്ന് പറയുന്നത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ ആളുകളാണ് ഞങ്ങൾ, പുതിയ രീതിയിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളെ സത്യപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രസം തന്നെയല്ലേ. നല്ല രസമല്ലേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കാഴ്ച, നേരിട്ട് കാഴ്ച. പിന്നെ എന്താണ് പറയാൻ വിചാരിച്ചത്, ഓൾമോസ്റ്റ് ഒരു 40-45 കിലോമീറ്റർ ആയി കേട്ടോ. രാമേശ്വരത്ത് വിട്ടിട്ട് പാമ്പൻ പാലെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം കൊടൈക്കനാലിലേക്ക് 5 മണിക്കൂറുണ്ട് ഇനിയും. ഓക്കെ, നമ്മളെ സുധീഷേട്ടൻ്റെ മൊബൈൽ എടുത്തിട്ട് ആളെടുത്ത് പോയി ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. അതായത് 100-500 ആടുകളുണ്ട്. നമ്മൾ കാഴ്ചകൾ അതിന് ആടിനെ മാത്രം കാണിച്ച് ശരിയാവും. അടിപൊളി.
കൊടൈക്കനാൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് വേഗത്തിൽ. അപ്പം നമ്മുടെ ആശാൻ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. കണ്ടോ ഫുഡുകൾ. അപ്പോൾ ഇന്നലെ ഭക്ഷണം കഴിക്കുന്ന നിർത്തിയ സ്ഥലത്ത് തന്നെ നിർത്തി. അത് ഓപ്പോസിറ്റ് കടയാണ് ആദ്യം നിർത്തിയത്. അങ്ങോട്ട് പോകുമ്പോൾ അത് ആ കട കാണുന്ന കട വേറെ കട. ഞങ്ങൾക്ക് ചോറ് കൊണ്ട് തിന്നാണ്. ഓക്കെ Rice. One more rice. I can help you. Okay, thank you. You just do like. Just I do the rice, okay. സാമ്പാർ. Okay, സാമ്പാർ. സാമ്പാർ, പപ്പടം. ഓക്കെ പോതും. Okay, താങ്ക് thank യു you. താങ്ക് യു. നമ്മുടെ നാട്ടിലെ സാമ്പാർ ഒരു വ്യത്യസ്തമാണ്. തമിഴ്നാട് സാമ്പാർ നമ്മളെ തേങ്ങ ഇറക്കാത്ത സാമ്പാർ ഉണ്ടല്ലോ, അത് സൂപ്പർ. ഞാൻ കാണിച്ചു തരാം. തേങ്ങ ഇറക്കാത്ത സാമ്പാർ ഉണ്ടോ? ചീരയാണ് അടുത്ത ചീര. നമ്മുടെ നാടൻ ചീര ശരി, അതായത് പരിപ്പുള്ള അടിപൊളി. ശ്രീ മീനാക്ഷി ഭവൻ. ഇന്നലെ പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലമാണ് അവിടെ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, മധുരയിൽ നിന്ന് രാമേശ്വരത്ത് പോകുന്ന വഴിക്ക് ഹോട്ടൽ കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിച്ചത് അവിടെയാണ്. 3:30 നമുക്ക് ഇന്നലെ ഫുഡ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കി, ഈ ഹോട്ടൽ മനസ്സിലാക്കി വന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ശ്രീ മീനാക്ഷി ഭവനിൽ കണ്ടത്. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ ഇതുവഴി വരുന്നത് ഇന്നലെ പ്രതീക്ഷിച്ചില്ലല്ലോ. പെട്ടെന്ന് അപ്രതീക്ഷിതമായതാണ് കണ്ടത്. പക്ഷെ നല്ല ഭക്ഷണം, 100 രൂപയ്ക്ക് നല്ല ഭക്ഷണം. നല്ല ഭക്ഷണം. അതെ, ഉള്ളിൽ കയറി നമ്മൾ വ്ളോഗ് എടുത്തു. അപ്പോൾ അവർ നല്ല സഹകരണം തന്നത്. അപ്പോൾ ക്യാമറയൊക്കെ എടുത്തു തന്നു. അപ്പോൾ ഇനി ആരെങ്കിലും ഇതുവഴി വരുന്നുണ്ടെങ്കിൽ മോശമില്ലാത്ത ഭക്ഷണമാണ്. മോശമില്ലാത്ത ഭക്ഷണം നമുക്ക് 100 രൂപ, എന്നാൽ മോശമില്ലാത്ത ഭക്ഷണം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ കൊടൈക്കനാലിലേക്ക് പോട്ടെ. കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിയാണേ.
അപ്പോൾ ആ ഹൈവേ നിന്ന് നമ്മൾ വന്ന് രാമേശ്വരം മധുരൈ ഹൈവേയിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പം മധുര ടൗണത്തിന് മുമ്പേ ഒരു ലെഫ്റ്റ് എടുത്തു. മെലമടൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം ഉള്ളത്. മെലമടൈ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ കുറച്ച് മുന്നോട്ട് വരുന്നുണ്ട്. ഇതുവഴിയാണ് പോലീസുകാരോട് ചോദിച്ചപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാലാണ് കൊടൈക്കനാൽ പോകേണ്ട, അതേ വഴി പോയി കഴിഞ്ഞാൽ വളരെ പോകണം. ഡിണ്ടിഗൽ പോയിട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന വഴിയാണ് ഡിണ്ടിഗൽ ഡിസ്ട്രിക്റ്റ് വന്ന ഓർമ്മയില്ലേ നമ്മൾ? എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ മധുരൈ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ നോക്കാം. ശിവഗംഗ റോഡ് അല്ലേ? ഇന്നലെ വന്ന റോഡ് തന്നെ. ചേട്ടാ ഡിണ്ടിഗൽ പോണം. യൂട്ടേണാ? ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മള് ഇപ്പം മധുര ടൗൺ മൊത്തം കറങ്ങി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൂടെ തന്നെയാണ് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോകേണ്ട വഴി കണ്ടിട്ടുള്ളത്. അതായത് ഡിണ്ടിഗലിലേക്ക് പോയിട്ടാണ് നമുക്ക് കൊടൈക്കനാലിലേക്ക് പോകേണ്ടത്. അപ്പം ഇത്ര ഉള്ളിൽ നമ്മൾ ഇത്ര നേരം ഉള്ളിലായിരുന്നു. ഇന്നലെ നമ്മൾ മധുരൈ ടൗണിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം കാഴ്ചകളെ കാണിച്ചത് കൊണ്ടാണ് തുടർച്ച എടുക്കാഞ്ഞത്. പിന്നെ മാത്രമല്ല നമുക്ക് വഴി എത്ര അറിയാത്തോണ്ട് മൊത്തം ചോദിച്ചിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പം സമയം ഏകദേശം 3 മണിയായി. നമ്മൾ ഉച്ചക്ക് 1 മണിക്ക് ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എത്രയാണ് നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ മധുര എത്തിയത്. ഇനിയിപ്പോൾ മധുരയിൽ നിന്ന് നമ്മൾ കൊടൈക്കനാൽ ഓൾമോസ്റ്റ് 110 കിലോമീറ്ററാണ് നമുക്ക് കൊടൈക്കനാലിലേക്ക് ഉള്ളത്. മനസ്സിലാവുന്നേ ഇല്ല. അതെ എന്ത് രസമാണെന്ന് അറിയാം. ത്രില്ലിംഗ് ആണ്. അതെ ഇപ്പോൾ ഉള്ളത് നമ്മൾ മധുര റോഡാണ് കാണുന്നത്. നമ്മുടെ ദിണ്ടിഗൽ മധുര മെയിൻ ഹൈവേ ആണ് കാണുന്നത്. ഇതാ അവിടെ നിന്ന് കണ്ടോ ഡിണ്ടിഗലിലേക്ക് അവിടെ ബോർഡ് കാണുന്നില്ലേ? ഡിണ്ടിഗൽ മധുരൈ ബോർഡ് കാണുന്നില്ല ആണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലെഫ്റ്റ് എടുക്കണമായിരുന്നു. ഇതാ എടുത്തു ലെഫ്റ്റ് മുമ്പിലത്തെ ഇത് കണ്ടോ റെയിൽവേ ക്രോസിൽ നമ്മൾ നിർത്തിയിരിക്കുക. ട്രെയിൻ വരുന്നുണ്ട്. ഇതാ ട്രെയിൻ കഴിഞ്ഞ് പോട്ടെ. ഗുഡ്സ് ട്രെയിനാണ് തോന്നുന്നത്. അതൊക്കെ നല്ല രസമുണ്ട് ഗുഡ്സ് ട്രെയിൻ. ഇതാ ഗുഡ്സ് ട്രെയിൻ അല്ലേ? അതെ അതെ അതെ. ഇത് കുറേ ടൈം എടുക്കും. വാ നമുക്ക് സംസാരിക്കാം. അത് ടൈം എടുക്കും. നമുക്ക് ഇപ്പം സംസാരിക്കാം. 83 കിലോമീറ്ററാണ് കൊടൈക്കനാലിലേക്കുള്ളത് ഇവിടുന്ന്. ഇനി പുതിയ കാഴ്ചകൾ നമ്മൾ ഇന്നലെ വന്ന വഴി കഴിഞ്ഞു. ഇനി കൊടൈക്കനാലിലേക്കുള്ള പുതിയ കാഴ്ചകൾ റോഡ് എങ്ങനെയാണ് എന്താണെന്ന് തീരുമാനമില്ല, അറിയില്ല. കൊടൈക്കനാലിൽ നിന്ന് ഇനി നാട്ടിലേക്ക് പോകേണ്ടതുള്ളത് ധാരണ ഇല്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ പാലക്കാട് നിന്ന് പോയിട്ട് പാലക്കാട് നാട്ടിലേക്ക് പോകാനാണ് കരുതുന്നത്. ഓക്കെ, ഇതങ്ങനത്തെ കഴിഞ്ഞു. അവസാനത്തെ കഴിഞ്ഞു. എനിക്ക് ഗേറ്റ് തുറക്കണം.
കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ നിന്ന് കയറി ഇത് കണ്ടോ, ആ മല, നമ്മൾ നേരത്തെ കണ്ട മലനിരകൾ നമ്മുടെ പിന്നിൽ ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, കണ്ടോ? അത് കഴിഞ്ഞ് നോക്കിയ ചെറിയ റോഡ് അപ്പുറത്ത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഇപ്പം റോഡ് മോശമല്ല, നല്ല റോഡാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ 88 കിലോമീറ്ററാണ് ഉള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞു 88 കിലോമീറ്റർ. ഓക്കെ, ഇനി യാത്ര, അടുത്ത പുതിയ റോഡ് വഴിയുള്ള യാത്ര. പറഞ്ഞോ, തന്നെ. ഓക്കെ, നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കൊടൈക്കനാലിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ബത്തലഗുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ആ ബത്തലഗുണ്ട് എന്ന് പറഞ്ഞ ടൗണാണ് കാണുന്നത്. ഇപ്പം ഇതാ നമ്മൾ നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇതാ ഇങ്ങനെ ലൊക്കേഷനിലാണ് എത്തിയത്. ഇനിയിപ്പം നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, കൊടൈക്കനാൽ, കൊടൈക്കനാൽ. ഓക്കെ, താങ്ക് യു. ഇനി ഒന്നിങ്ങോട്ട് കട്ട് ചെയ്തിടൂ. നമ്മളെ കൂടുതലും GPS നോക്കുന്നതിന് കോട്ടെ കൂടുതൽ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് പോയത്. ഓക്കെ, പിന്നെ ഇവിടെയുള്ള വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ആൾക്കാരെ ആരും അധികമല്ല, മാസ്ക് ഒരു 10%-ത്തിലും ആൾക്കാർ, 10%-ൻ്റെ എത്രയുള്ള ആൾക്കാർ മാത്രമേ ഇട്ടിട്ടുള്ളൂ മാസ്ക്. അതിന് മാസ്ക് ഇടുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പം കൊറോണയുടെ ഇത് അളവ് ഇവിടെ ഈ സ്ഥലങ്ങളിൽ വളരെ കുറവാണ്. നമ്മൾ ഇന്നലെ മധുരയിലൊക്കെ വളരെ കുറവാണ് നമ്മൾ കണ്ടത്. മധുരൈ, പിന്നെ നമ്മളിത് രാമേശ്വരം വളരെ കുറവാണ് മാസ്ക് ധരിച്ചത്. മാസ്ക് ധരിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ, ഇവിടെ വ്യാപ്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, എനിക്ക് നേരെ വഴി. അങ്ങനെ വഴി തെറ്റി. വഴി തെറ്റണ്ടേ, തെറ്റിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഒരു വഴി അപ്പോൾ നമ്മൾ 3 കിലോമീറ്ററോളം മുന്നാടി വന്നു. അപ്പം ഞാൻ ബോർഡ് കണ്ടു, കുമളി എന്നൊക്കെ ബോർഡ് കണ്ടു. അപ്പോഴേ ഞാൻ ഡൗട്ട് അടിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം കുമളി 3 കിലോമീറ്റർ കണ്ടതല്ലേ. അപ്പോൾ അത് വെറുതെ ചോദിച്ചത്, അവിടെ ബോർഡില്ലായിരുന്നു, അതുകൊണ്ട് വെറുതെ ചോദിച്ചു. ഇവിടെ ഉണ്ട് കേട്ടോ, വലിയ ബോർഡ് കണ്ടോ, എന്താ നമ്മളെ വലിയൊരു ബോർഡ് ഉണ്ട്. നേരത്തെ വരുമ്പോൾ കണ്ടിരുന്നു. ഇവിടെ കൊടൈക്കനാൽ മാത്രം കാണിച്ചില്ല. ബാംഗ്ലൂർ, ഇപ്പോഴും കാണിക്കുന്നില്ല. ചെന്നൈ, സേലം ഇപ്പോഴും കാണിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി നമ്മൾ.
TMC എന്നൊരു ബോർഡാണ് കഴിഞ്ഞത്. 46 കിലോമീറ്റർ ഉണ്ടോ ഇനി. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളിത് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ട് വരുന്ന സമയത്ത് പുളിയുടെ മരങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു ആർച്ച് പോലെ നല്ല രസത്തിൽ ഞങ്ങൾ വരുന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി രസങ്ങളുള്ള സ്ഥലമായിരുന്നു. അവിടുന്ന് പറയാൻ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുകളിൽ ചെക്ക് പോസ്റ്റ് ഉള്ളത്. അപ്പോൾ പോലീസ് അവിടെ വന്നിട്ട് എവിടെ നിന്ന് വരുന്നു എന്തൊക്കെയാണ് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ മെഞ്ഞാന്ന് പുറപ്പെടുന്ന സമയത്ത് അവിടുന്ന് നമ്മൾ ഗൂഡല്ലൂരിന്ന് പാസ് എടുത്തില്ലേ ബോർഡറിൽ, അതൊക്കെ ഉണ്ടോ കൊണ്ട് പറഞ്ഞു. പിന്നെ മാസ്ക് ഒക്കെ ഇടാൻ പറഞ്ഞു. നമ്മൾ മാസ്ക് ഇപ്പം വണ്ടി ഇതായതുകൊണ്ട് ഇവിടെ കുറേ മാസ്കുകൾ ആരും ഇടാത്തതുകൊണ്ട് ഇട്ടില്ല. അതുകൊണ്ട് മാസ്ക് ഇടാൻ പറഞ്ഞു. ഓക്കെ സാർ ചെയ്യാൻ പറഞ്ഞു. ഇതാ പുറപ്പെട്ടു. ഓക്കെ, അതിഗംഭീരമായ സ്ഥലം. ഇതാ നമ്മൾ നേരത്തെ താഴെ നിന്ന് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. താഴെ നിന്ന് വന്ന സ്ഥലങ്ങൾ. കാലാവസ്ഥ മാറില്ലേ? കാരണം വണ്ടി വന്നാ നമ്മൾ ഇവിടെ നിർത്തിയല്ലേ, ആടെ നിർത്തിയാണ്. മറ്റൊരു കഷ്ണമുണ്ട് അവിടെ നിർത്തിയത്. ഒന്നേകാലിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നീണ്ട ഒരു 2.5-3 മണിക്കൂർ നിർത്താതെ ഓട്ടമായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് പുറത്തിറങ്ങി ഫ്രഷ് ആയി റിലാക്സ് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പം എന്താണ്, എനിക്ക് ചായ കുടിക്കണം. ചായ ഇനിയിപ്പം ഒരു ചായ കുടിക്കണം. 46 കിലോമീറ്റേഴ്സ് ഉണ്ട്. ടയർഡായിട്ടുണ്ട്, കാരണം 3 ദിവസമായില്ല നീണ്ട യാത്ര. അപ്പോൾ എന്താണ്, ഒരു 46 കിലോമീറ്റേഴ്സും കൂടിയാണ് ഉള്ളത് കൊടൈക്കനാലിലേക്ക്. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി നല്ല സുന്ദരമായ കാഴ്ചകളാണ് ഉള്ളത്. എത്രത്തോളം നമുക്കിനി പകർത്താൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇനി കുറച്ച് ഇരുട് പിടിക്കും. അപ്പോൾ അതിനെക്കാട്ടും മുമ്പേ കൊടൈക്കനാൽ എത്തണമെന്നുള്ള പ്ലാനുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ, ഉണ്ടാവും. അപ്പോൾ ശരി.